അങ്ങേയറ്റം ആദരവ് ഉള്ള ഒരു നേതാവാണ് സഖാവ് ജി സുധാകരൻ. അദ്ദേഹം പാർട്ടിയിലും ഗവൺമെന്റിലുമൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചു. നമസ്കാരം. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. പാർട്ടിയിലെ വിഭാഗീയതയുടെ അങ്ങേ അറ്റത്തേക്ക്, വളരെ പീക്ക് പോയിന്റിലേക്ക് പാർട്ടി പോകുന്ന ഈ അവസരത്തിൽ MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും കണ്ണൂർ CPMൻ്റെയും കണ്ണു തുറപ്പിച്ചിരിക്കുന്നു ജി സുധാകരൻ. ജി സുധാകരൻ എന്ന നേതാവിനെ കാണാൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് P ജയരാജൻ എന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അതായത് ഇത് നമുക്ക് ഒരു കാര്യം കൂട്ടിച്ചേർത്ത് വായിക്കാം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറിയായി ആദ്യ തവണ തിരഞ്ഞെടുക്കുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ അദ്ദേഹം അടുത്ത് വരുന്ന 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് തൻ്റെ ഭാവി എങ്ങനെയൊക്കെ കരുപ്പിടിപ്പിക്കണം എന്ന് മുൻകൂട്ടി കാണുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കണ്ണൂര് ഒരു വേള തടസ്സമാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തി വെട്ടി ഒഴിവാക്കിയ ഒരു നേതാവാണ്, അദ്ദേഹം മാറ്റിയ ഒരു നേതാവാണ് P ജയരാജൻ. P ജയരാജൻ ജി സുധാകരനെ കാണാൻ ചെല്ലുമ്പോൾ അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതായത് നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗോവിന്ദനെതിരെ, പിണറായിക്കെതിരെ ഈ വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മൂന്നാമതൊരു ശക്തി സംസ്ഥാന സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി പിടിക്കാനായി മൂന്നാമതൊരു ശക്തി ഒരു വേള ഉയർന്നു വരുന്നു എന്നൊരു സംശയം നമുക്കുണ്ടാകുന്നു. അത് P ജയരാജനാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. അതായത് P ജയരാജൻ ഇപ്പോൾ വെറും സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിലും അദ്ദേഹത്തിന് എന്തുകൊണ്ടും സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പറയുമ്പോൾ പറയും P ജയരാജൻ ഉൾപ്പെടെ P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ എന്നീ 3 ജയരാജന്മാരിലും എന്തുകൊണ്ടും നല്ലൊരു പാർട്ടി വ്യക്തിത്വമാണ്, പാർട്ടിയുടെ ഒരു നല്ല മുഖമാണ്, ഒരുപാട് അനുയായികളുള്ള സാധാരണക്കാരുള്ള ഒരു സാധാരണക്കാരനായി ഇന്നും ജീവിക്കുന്ന P ജയരാജൻ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും, അയാളൊരു ഗുണ്ടയല്ലേ എന്ന്. ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ CPM രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു അവസാന സ്ത്രീ ഗുണ്ട വരെ, PP ദിവ്യ എന്നൊരു സ്ത്രീ ഗുണ്ട വരെ ഉണ്ടായിരിക്കുമ്പോൾ ആ ഗുണ്ടായിസമൊക്കെ P ജയരാജൻ ഒരു ഗുണ്ടയാണെന്ന് പറയുന്നതിൽ, ഗുണ്ട ആണ് എന്ന് ചാർത്തി കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നാം ചോദിച്ചു പോകും. ഏതായാലും P ജയരാജനുള്ള ആരാധന കൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. നാം ഈ പറയുന്നത് P ജയരാജൻ എന്ന സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുധാകരനെ കാണാൻ വരുമ്പോൾ അത് പാർട്ടി പിടിക്കാൻ ആണോ എന്നൊരു പത്രപ്രവർത്തകൻ്റെ നമ്മുടെ ഇതിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. എന്നാൽ ഇത് ശരിക്കും P ജയരാജൻ വരുമ്പോൾ ഒതുക്കപ്പെട്ട ജി സുധാകരനെ പോലൊരു പാർട്ടി നേതാവിനെ കാണാൻ വരുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ, അതായത് ആലപ്പുഴയിലെ വിഭാഗീയതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന പാർട്ടിക്കാർക്ക് ആരാണ് ജി സുധാകരനെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അദ്ദേഹത്തിനെ ഇത്രയധികം പാർശ്വവൽക്കരിച്ച് നിർത്തുന്നത് എന്ന് നാം പലവേള നമ്മുടെ വീഡിയോകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ CPMൻ്റെ ആലപ്പുഴ ഘടകത്തിൻ്റെ മുഖത്തേറ്റ ഒരു അടി തന്നെയാണ് ഇന്ന് P ജയരാജൻ ജി സുധാകരനെ കാണാൻ വരുമ്പോൾ ഉണ്ടാകുന്നത്. അദ്ദേഹം P ജയരാജനെ കാണാൻ വന്നത് ഇന്ന് ആലപ്പുഴ തന്നെയുള്ള അവരുടെ പാർട്ടി സഖാവ് ഭുവനേശ്വരൻ്റെ, അതായത് സുധാകരൻ്റെ അനുജൻ്റെ ചരമവാർഷികമായിരുന്നു. അപ്പോൾ ജി സുധാകരൻ്റെ അനുജൻ പാർട്ടി മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ചരമവാർഷികത്തിന് പങ്കെടുക്കാനും, കൂടാതെ P ജയരാജൻ്റെ പുസ്തകം കേരള മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം കൂടെ നൽകാനുമാണ്. അതായത് ശരിക്കും പുസ്തകങ്ങൾ വായിക്കുകയും വളരെയധികം നിരീക്ഷണങ്ങൾ നടത്തുകയും ജി സുധാകരൻ എന്ന വാഗ്മിയായ ജി സുധാകരൻ കവിതകൾ എഴുതുന്ന ആളാണ്. ഇങ്ങനെ ജി സുധാകരൻ എന്ന വാഗ്മിക്ക് തൻ്റെ പുസ്തകം കൊടുത്ത് വായിക്കണമെന്ന് വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ P ജയരാജൻ വന്ന് കണ്ടു പറയുന്നു. കൂടാതെ P ജയരാജൻ പറഞ്ഞു, ഞാൻ എൻ്റെ SFI കാലത്ത് ഞങ്ങളുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഞാൻ SFIയിലുള്ളപ്പോൾ SFIയിലെ KSFിലൂടെ വന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ് ജി സുധാകരൻ എന്ന് പത്രപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നുണ്ട്, P ജയരാജൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നാം കേൾക്കുന്ന മറ്റൊരു വർത്തമാനം,
പാലൊളി മുഹമ്മദ് കുട്ടിയെ പാർട്ടി സംസ്ഥാന സമ്മേളനം അടുത്ത് വരുമ്പോൾ പാർട്ടിയിൽ പാലൊളി മുഹമ്മദ് കുട്ടിയെ, തോമസ് ഐസക്കിനെ, ജി സുധാകരനെയൊക്കെ പാർട്ടി സെക്രട്ടറി വിളിച്ചിരുന്നു, കുശലാന്വേഷണം നടത്തിയിരുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തം, പിണറായി വിജയന്റെ, ഗോവിന്ദന്റെ ഒക്കെ കണ്ണിലെ നെയ് വറ്റി തുടങ്ങി. ഉയരങ്ങളിൽ സിംഹാസനത്തിൽ കിരീടവും വെച്ചിരിക്കുന്ന രാജാവിനെ പോലെ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഇനി പെരുമാറിയിട്ട് അർത്ഥമില്ല. താഴേക്ക് ഇറങ്ങി വരണം, കാണേണ്ടവരെ കാണണം, ജനത്തിനോടൊപ്പം നിൽക്കണം എന്ന് ജി സുധാകരൻ പലതവണ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലായിട്ടില്ല. ഏതായാലും നമുക്ക് ഒരു കാര്യം കൂടെ കൂട്ടി വായിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഏതായാലും ഈ നേതാക്കളെയൊക്കെ ഗോവിന്ദൻ വിളിച്ചിരിക്കുന്നു. ഇന്ന് പി ജയരാജൻ അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം വാഗ്മിയായ, ഒരുപാട് വായനയുള്ള, അറിവുള്ള, പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ജി സുധാകരൻ എത്ര വിലയുണ്ടെന്ന്, അല്ലയോ ആലപ്പുഴക്കാരെ, നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് തന്നെയാണ് പി ജയരാജൻ എന്ന പാർട്ടിയുടെ കണ്ണൂരത്തെ ജനകീയ മുഖം അദ്ദേഹത്തെ വന്ന് കാണുന്നതിലൂടെ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത് എന്ന അർത്ഥം. നന്ദി, നമസ്കാരം. സഖാവ് ജി സുധാകരൻ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ എൻ്റെ നേതാവായിട്ടുള്ള ആളാണ്. KSFൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന നേതാവാണ്. SFI രൂപീകരണത്തെ തുടർന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു. കണ്ണൂരിലെ SFI പ്രവർത്തകനെന്ന നിലക്കാണ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നത്. അന്നേ അങ്ങേയറ്റം ആദരവ് ഉള്ള ഒരു നേതാവാണ് സഖാവ് ജി സുധാകരൻ. അദ്ദേഹം പാർട്ടിയിലും ഗവൺമെൻറ്റിലുമൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചു. ഇന്ന് ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ വന്നത്. സ്വാഭാവികമായിട്ടും സഖാവ് ഭുവനേശ്വരൻ സഖാവ് ജി സുധാകരൻ്റെ സഹോദരനാണ്. ആ നിലക്ക് കൂടി അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത്.